തലമുടിയും പല്ലും നഖവും ഒഴികെ ശരീരത്തിലെ ഏത് അവയവത്തെയും ബാധിക്കാവുന്ന രോഗം ഏത്? ഉത്തരം ക്ഷയരോഗം ബാധിക്കാൻ സാധ്യത. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ശരീരത്തിൽ സോഡിയം അളവ് കുറഞ്ഞാൽ പ്രധാനമായും എന്തിനെയാണ് ബാധിക്കുന്നത്? ഉത്തരം മസ്തിഷ്ക കോശങ്ങളെ ബാധിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നത് എന്തിന് ഗുണം ചെയ്യും? ഉത്തരം ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വിളർച്ച മൂലമുണ്ടാകുന്ന ക്ഷീണത്തെ അകറ്റാനും അനീമിയയെ തടയാനും ഉത്തമം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആയുർവേദത്തിൽ കിഡ്നി ശുദ്ധീകരിക്കുന്നതിനുള്ള ഔഷധ സസ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പുനർനവ, ഗോക്ഷുര, കൊഴുനില എന്നിവ ചേർത്ത ഹെർബൽ ടീ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വൃക്കയുടെ ആരോഗ്യത്തിന് പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം ബീറ്റ്റൂട്ട്, ചോക്ലേറ്റ്, പരിപ്പ്, ചില ഇലക്കറികൾ തുടങ്ങിയ ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. ഇളം ചൂടുള്ള എള്ളെണ്ണ ഉപയോഗിച്ച് ശരീരം സ്വയം പതിവായി മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഉത്തരം രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, ലിംഫാറ്റിക് ഡ്രെയിനേജിനെ പിന്തുണയ്ക്കുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ. ക്വസ്റ്റ്യൻ: പയോറിയ രോഗം ബാധിക്കുന്നത് എവിടെയാണ്? ആൻസർ: മോണയിൽ. ക്വസ്റ്റ്യൻ: റോസാപ്പൂ മണത്താൽ മാറുന്ന രോഗം ഏത്? ആൻസർ: മൂക്കടപ്പ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ. ക്വസ്റ്റ്യൻ: ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏത്? ആൻസർ: മെലാനിൻ. ക്വസ്റ്റ്യൻ: വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതെല്ലാം? ആൻസർ: സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ. ക്വസ്റ്റ്യൻ: മനുഷ്യരിൽ എത്ര വാരിയെല്ലുകളുണ്ട്? ആൻസർ: 24 വാരിയെല്ലുകൾ. ക്വസ്റ്റ്യൻ: ക്യാൻസറിൻ്റെ അപരനാമം എന്താണ്? ആൻസർ: ഓങ്കോജൻ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ. ക്വസ്റ്റ്യൻ: ട്രിക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ആൻസർ: കണ്ണിനെ ബാധിക്കുന്ന രോഗം. ക്വസ്റ്റ്യൻ: ഗ്രീഡ് രോഗമെന്നറിയപ്പെടുന്ന രോഗം? ആൻസർ: എയ്ഡ്സ് രോഗം. ദഹനനാളത്തിൽ നിന്നും വിഷാംശം ഇല്ലാതാക്കാനുള്ള ആയുർവേദ ഹെർബൽ ടീ ഏതാണ്? ഉത്തരം മല്ലിയില, പെരുംജീരകം, ജീരകം എന്നിവ 1/2 സ്പൂൺ വീതം, കൂടെ 1 കഷ്ണം ഇഞ്ചി, 2 നുള്ളു കുരുമുളക് എന്നിവ ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുഖത്തിന് തിളക്കം നൽകാൻ കോലരക്ക് പാക്ക് തയ്യാറാക്കുന്ന വിധം. ഉത്തരം കോലരക്ക് പൊടിച്ച് അതിൽ പാകത്തിന് തേൻ ചേർത്ത് മുഖത്ത് തേക്കാം. തരിയുണ്ടെങ്കിൽ മസാജ് ചെയ്യരുത്. ഉണങ്ങിയാൽ കഴുകിക്കളയാം. എന്തിൻ്റെ അമിത ഉപയോഗം രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്താം? ഉത്തരം പഞ്ചസാരയുടെ അമിത ഉപയോഗം. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്കരിച്ച ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ് അമിത ഉപയോഗവും എന്തിന് ദൂഷ്യം ചെയ്യും? ഉത്തരം രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉയർന്ന രക്തസമ്മർദ്ദം, ഹോർമോൺ ബാലൻസ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും അസ്ഥികൾ, പേശികളുടെ ആരോഗ്യത്തിനും ആവശ്യമായ ധാതു ഏത്? ഉത്തരം പൊട്ടാസ്യം ആവശ്യമാണ്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വാഴപ്പഴത്തേക്കാൾ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം?
ഉത്തരം അവക്കാഡോ, ചീര, തണ്ണിമത്തൻ, വൈറ്റ് ബീൻസ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, മാതളം, ഓറഞ്ച് എന്നിവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായമായവർ ശരീരശക്തിക്കായി ഉപയോഗിക്കേണ്ടത് എന്താണ്? ഉത്തരം ബീൻസ്. ഇതിൽ പ്രോട്ടീൻ, നാരുകൾ, കാൽസ്യം, ഫോളറ്റ് വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായം കൂടുന്തോറും മുട്ടുവേദനയ്ക്ക് സാധ്യത ഏറെയാണ്. അതിന് ശമനം ലഭിക്കാൻ ഒരു പരിഹാരം എന്താണ്? ഉത്തരം സരസഫലങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ, മുന്തിരി എന്നിവ ഉപയോഗിക്കുക. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അറിവിൻ്റെ ലോകം. ചോദ്യം 1. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്ര? ഉത്തരം മിനിറ്റിൽ 130 തവണ. ചോദ്യം 2. നീലസ്വർണ്ണം എന്നറിയപ്പെടുന്നത്? ഉത്തരം വെള്ളം. 1 ഭാഗം മഞ്ഞൾ, 2 ഭാഗം ജീരകം, 3 ഭാഗം മല്ലി, 4 ഭാഗം പെരിഞ്ജീരകം, 1 നുള്ളു കുരുമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് മസാല ഉണ്ടാക്കി ഉപയോഗിച്ചാൽ എന്തിന് ഗുണം ചെയ്യും? ഉത്തരം ഭക്ഷണത്തിൽ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രായമായവർ ശരീരശക്തിക്കായി കഴിക്കേണ്ട ഉണങ്ങിയ പഴങ്ങൾ ഏതെല്ലാം? ഉത്തരം ഉണക്കമുന്തിരി, പിസ്ത, അത്തിപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാം മുതലായവ. ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.